വെൽക്കം ടു പോളിടെക്നിക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിൻഡോസ് 7 ഇൻസ്റ്റലേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ വിൻഡോസ് XP ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വിൻഡോസ് 7 നോക്കാം. അതിനുശേഷം 8, 10 ഒക്കെ പിന്നീട് നോക്കാം. നമുക്ക് വിൻഡോസിൻ്റെ വെബ്സൈറ്റിൽ നിലവിൽ 7 സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽ, ISO ഫയൽസ് ഒന്നും വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും സൈറ്റിൽ നിന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിപ്പോൾ archive.org എന്ന് പറയുന്ന സൈറ്റിൽ കയറി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി സൈറ്റിൽ കയറി നമുക്ക് വിൻഡോസ് 7ൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാം. നമുക്കിപ്പോൾ archive.org ഫയലിൽ കയറിയിട്ട് വിൻഡോസ് 7ൻ്റെ അൾട്ടിമേറ്റ് സർവീസ് പാക്ക് 1 64 ബിറ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ISO ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് റിഫ്യൂസ് ഉപയോഗിച്ച് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒറിജിനൽ വിൻഡോസ് ഉള്ള മോഡലാണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡൽ ഓൺലൈൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജെനുവിൻ വിൻഡോസ് വരുന്ന മോഡലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വിൻഡോസ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് സർവീസ് പാക്കാണോ അല്ലെങ്കിൽ ഹോമാണോ പ്രോയാണോ ഏതാണെന്ന് നോക്കിയിട്ട് വിൻഡോസ് 7 എല്ലാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുകളിലോ താഴെയോ ഒക്കെ ആയിട്ട് ഒറിജിനലുള്ളതിന് സീരിയൽ നമ്പർ ഉൾപ്പെടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ സീരിയൽ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ISO ഫയൽ ഡൗൺലോഡായി. ഇനി നമുക്കൊരു 4 GB മിനിമം ഉള്ള ഒരു പെൻ ഡ്രൈവാണ് ആവശ്യമുള്ളത്. ഒരു പെൻ ഡ്രൈവ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് റിഫ്യൂസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെൻ ഡ്രൈവിനെ ബൂട്ടബിൾ പെൻ ഡ്രൈവായിട്ട് മാറ്റിയെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ റിഫ്യൂസ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനകത്തേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഏത് പെൻ ഡ്രൈവിലേക്കാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പെൻ ഡ്രൈവിൻ്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നു. താഴെ നമ്മുടെ ഡിസ്ക് ഇമേജ് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് നമ്മുടെ ഡൗൺലോഡ്സിലോ ഡെസ്ക്ടോപ്പിലോ എവിടെയെങ്കിലും ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ISO ഫയൽ ലൊക്കേറ്റ് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പാർട്ടീഷൻ സ്കീം ഏതാണെന്നുള്ളത് കൊടുക്കണം. MBR പഴയ ലാപ്ടോപ്പുകളിലും പഴയ PC-കളിലും എല്ലാം നമ്മൾ ഇതാണ് കൊടുക്കേണ്ടത്. MBR ആണ് കൊടുക്കേണ്ടത്. ഇനി പുതിയ മോഡൽ UEFI വരുന്ന പുതിയ മോഡൽ സിസ്റ്റത്തിൽ ഒരു 2-3 വർഷത്തിനുള്ളിലുള്ള സിസ്റ്റത്തിലൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് GPT ആണ് കൊടുക്കേണ്ടത്. മോഡേൺ ലാപ്ടോപ്പ് ആൻഡ് PCക്ക് നമ്മൾ GPT കൊടുക്കുന്നു, UEFI കൊടുക്കുന്നു, FAT32 ഫയൽ സിസ്റ്റം കൊടുക്കുന്നു. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻ ഡ്രൈവ് ബൂട്ടബിൾ ആക്കാനുള്ള സ്റ്റെപ്പ് ആരംഭിക്കുകയായി. നമുക്ക് നോക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചു. അപ്പോൾ പെൻ ഡ്രൈവിലുള്ള ഡേറ്റ എല്ലാം എറേസ് ആവും, ഡിസ്ട്രോയ് ആയി പോകുമെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. നമ്മളത് ഓക്കെ അടിച്ചു. നമ്മുടെ പെൻ ഡ്രൈവിൽ വേറെ വേണ്ട ഡേറ്റ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പെൻ ഡ്രൈവിനെ ബൂട്ടബിൾ ആക്കാനായിട്ട് നമ്മൾ S കൊടുത്തു. അപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവിനെ ഒരു ബൂട്ടബിൾ മീഡിയം ആക്കി സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു. സക്സസ് ആയി. ഇനി നമ്മൾ പെൻ ഡ്രൈവ് ഈ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് സേഫ്ലി റിമൂവ് ചെയ്യുന്നു. ഇനി നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇതിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കുന്നത്. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് F12 F8 ഏതാണോ നമ്മുടെ ഇതിനകത്ത് ഉള്ള ബൂട്ട് മെനു എടുക്കുന്നത് നോക്കുക. അല്ലെ ബയോസ് F8 F9 F10 ഇതുപോലെയുള്ള നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയുള്ള കീസാണ് പല മാനുഫാക്ചറിലും വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബൂട്ട് മെനുവിൻ്റെ ഓർഡറിൽ നമ്മൾ കിങ്സൻ്റെ ഒരു പെൻ ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. കിങ്സൺ ഫസ്റ്റ് ഓപ്ഷൻ ആക്കി അങ്ങനെ കൊടുത്ത് കയറാം. അല്ലെങ്കിൽ ബൂട്ട് മെനു എടുത്തിട്ട് ബയോസിൽ കയറി ബൂട്ട് മെനു എടുത്തിട്ട് നമുക്ക് റിമൂവ് ഓൾഡ് ഡിവൈസിൽ അത് ഫസ്റ്റ് ഓപ്ഷൻ ഇടാം. റിമൂവ് ഓൾഡ് ഡിവൈസിലാണ് നമ്മൾ USB കണക്ട് ചെയ്യുന്നത് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആക്കി ഇടുന്നു. ശേഷം വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ ആരംഭിക്കുകയായി. ഇങ്ങനെയാണ് വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ ആരംഭിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത VMwareൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്നുകൊണ്ട് വിർച്വലായിട്ടും ചെയ്യാം. നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VMwareൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കിടപ്പുണ്ട്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറ്റാതെ തന്നെ അതിൽ നിന്ന് വിർച്വലായിട്ട് ചെയ്യുന്ന ഓപ്ഷനും നമ്മുടെ വീഡിയോസിലുണ്ട്. കണ്ടു നോക്കാവുന്നതാണ്. നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് വരുന്നു. അപ്ഗ്രേഡ് അല്ല, നമ്മൾ കസ്റ്റമാണ് കൊടുക്കുന്നത്. കസ്റ്റം കൊടുത്തിട്ട് അപ്ഗ്രേഡ് ആണെങ്കിൽ XP എന്നൊക്കെ വിൻഡോസ് 7ലേക്ക് അപ്ഗ്രേഡ്. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് അവിടെ കാണിക്കുന്നുണ്ട്. അൺഅലോക്കേറ്റഡ് സ്പേസ് നമുക്ക് പാർട്ടീഷൻ ടേബിൾ ഉപയോഗിച്ച് ന്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ 1-2 ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റലേഷൻ ആരംഭിക്കാം. ഒരു C ഡ്രൈവും ഒരു D ഡ്രൈവും ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ അൺഅലോക്കേറ്റഡ് സ്പേസിനെ ഫുള്ളായിട്ട് നമുക്ക് C ഡ്രൈവ് ആക്കി എടുത്തുകൊണ്ട് ആ രീതിയിലും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പാർട്ടീഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 120 GB ഒരു C ഡ്രൈവും അതേപോലെ പാർട്ടീഷൻ 3 എന്ന് പറയുന്നത്
ഡി ഡ്രൈവുമാണ്. പാർട്ടീഷൻ 1 കാണിക്കുന്നത് സിസ്റ്റം റിസർവ്ഡ് ആണ്. അത് നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കില്ല. വിൻഡോസിൻ്റെ ഫയൽസൊക്കെയാണ് അതിൽ വരുന്നത്. നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഈ ഡിസ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. നമ്മൾ ന്യൂ കൊടുക്കേണ്ട, നമ്മൾ നേരെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക് ഡ്രൈവിലേക്ക് ഫുള്ളായിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ആകും. അത് ഫുള്ള് സി ഡ്രൈവായിട്ട് വരും. അപ്പോൾ ഇൻസ്റ്റലേഷൻ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡും നമ്മുടെ മെമ്മറി സ്പീഡും എല്ലാം അനുസരിച്ച് ഇൻസ്റ്റലേഷന് ടൈം കൂടുതൽ എടുക്കാം. പെൻഡ്രൈവ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ആവും. 3.0 ഉള്ള പെൻഡ്രൈവാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂടി കണക്കിലെടുത്ത് അത് പെട്ടെന്നാവും. പ്ലസ് ഇനി കീ ടു ബൂട്ട്, അത് നമ്മൾ വൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വേറെ കീസൊന്നും പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് റിപ്പീറ്റായിട്ട് പിന്നെയും നടന്നുകൊണ്ടിരിക്കും. അത് അങ്ങനെ എഴുതി കാണിച്ച് പൊക്കോളും. അതിൻ്റെ ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ഇൻസ്റ്റലേഷൻ്റെ പ്രോസസ്സായി. അത് കഴിഞ്ഞ് നമുക്ക് ഒരു യൂസർ നെയിം എന്തെങ്കിലും കൊടുക്കാം. നമ്മുടെ പേരോ അല്ലെങ്കിൽ യൂസറെന്നോ അഡ്മിനിസ്ട്രേറ്ററെന്നോ എന്തെങ്കിലും ഒരു പേര്, നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു പേര് അവിടെ എന്തെങ്കിലും കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ തന്നെയുണ്ട്. പാസ്വേഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നീട് കൊടുക്കാം. നമ്മൾ സ്കിപ്പ് ചെയ്യുകയോ നെക്സ്റ്റ് കൊടുക്കുകയോ ചെയ്യുന്നു. കീ അറിയാമെങ്കിൽ നേരിട്ട് ഇവിടെ കീ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെക്കമെൻഡഡ് സെറ്റിങ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ആസ്ക് മീ ലേറ്റർ കൊടുക്കാം. ഏതെങ്കിലും ഓപ്ഷൻ ചെയ്യാം. ഇതെല്ലാം പിന്നീട് നമുക്ക് കൺട്രോൾ പാനലിൽ പോയി നിന്നുകൊണ്ട് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈം സോൺ കൊടുക്കാനുണ്ട്. അടുത്തതായിട്ട് ടൈം സോൺ കൊടുക്കുമ്പോഴും സെയിം ഇതുപോലെ തന്നെ പസഫിക് ആയിരിക്കും ആദ്യം കാണുന്നത്. അപ്പോൾ മാറ്റണമെങ്കിൽ നമ്മുടെ 530 വെച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലേക്ക് അപ്പോൾ തന്നെ വരാം. അല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്ത് വിട്ടിട്ട് നമുക്ക് ക്ലോക്ക് എടുത്ത് പിന്നീട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ. വിൻഡോസ് 7 അൾട്ടിമേറ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കാണിക്കുന്നത്. ഈ ഇൻസ്റ്റലേഷൻ ഫയൽ ഇതുകൊണ്ട് കംപ്ലീറ്റ് ആയി നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ്. കുറച്ച് ഡ്രൈവറുകളെല്ലാം ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ടാവും. ഡിസ്പ്ലേ ഡ്രൈവർ, ലാൻ ഡ്രൈവർ, വൈഫൈ, അതുപോലെയുള്ള കുറച്ച് ഡ്രൈവറുകൾ, ബ്ലൂടൂത്ത് കണക്ഷൻ, അതുപോലെയുള്ള കുറച്ച് ഡ്രൈവറുകൾ നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ മാനുഫാക്ചറുടെ വെബ്സൈറ്റിൽ പോയി എടുക്കണം. അപ്പോൾ ഡെല്ലിൻ്റെ ലാപ്പാണെങ്കിൽ ഡെല്ലിൻ്റെ സൈറ്റിൽ, HP ആണെങ്കിൽ HP സൈറ്റ്. അതേപോലെ ഇനി ബോർഡുകൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ബോർഡ് ഏത് കമ്പനിയാണ്, അസ്യൂസോ, ജിഗാബൈറ്റോ, സെബ്രോണിക്സോ, കൺസിസ്റ്റൻറ്റോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ മാനുഫാക്ചറുടെ വെബ്സൈറ്റിൽ പോയിക്കൊണ്ട് അതിന് വിൻഡോസ് 7 സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പ്രോഡക്റ്റ് കീ നമുക്ക് ഇവിടുന്ന് മാറ്റാം. പ്രോപ്പർട്ടീസ്, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തുകൊണ്ട് നമുക്കവിടെ പ്രോഡക്റ്റ് കീ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രോഡക്റ്റ് കീ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ സ്പെസിഫിക്കേഷൻസ് അവിടെ കാണാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിൻഡോസ് XP നിലവിൽ നമ്മൾ ചെയ്തു. ഇപ്പോൾ വിൻഡോസ് 7 ചെയ്തു. ഇനി നമുക്ക് 8, 8.1, 10, 11 അതെല്ലാം നമുക്ക് പിന്നീട് വരുന്ന വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.